Letter D on the days. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ദുർബല മനുഷ്യരാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കാറ്റ്, തീ, വെള്ളം, ഈ മൂന്ന് പ്രതിഭാസങ്ങൾക്ക് മുന്നിൽ മനുഷ്യർ നിസ്സഹായരാണ്. ഓരോ വർഷവും കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ആ ദുരന്തങ്ങൾ കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്കുള്ളത്. അതായത് ഈ വർഷവും അതിന് വിപരീതമായിരുന്നില്ല. ഈ വർഷം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആ ഉരുൾപൊട്ടൽ ഒരുപാട് ജനങ്ങൾ മണ്ണിന്റെ അടിയിലായി മരണമടഞ്ഞു. പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി അടിയിലുണ്ടായിരുന്ന ഓരോരോ മനുഷ്യരെയും എടുക്കുമ്പോൾ അവരുടെ പകുതി വെന്ത ശരീരം മാത്രമായിരുന്നു, ദേഹങ്ങൾ മാത്രമായിരുന്നു പരിണിത ഫലം. അതായത് വയനാട്ടിൽ സുന്ദരമായ ഒരു നാളെയെ സ്വപ്നം കണ്ടു ഉറങ്ങിയ മനുഷ്യർ പിറ്റേനാൾ അവർ എണീക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് മണ്ണ് മാത്രമായിരുന്നു. അതായത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കറിയില്ലായിരുന്നു നാളെ നമ്മൾ മരിക്കുമെന്ന്. ആ ദുരന്തങ്ങൾ നടന്നതിന് ശേഷം സർക്കാർ സഹായഹസ്തങ്ങളും സന്നദ്ധ സംഘടനകളും സർക്കാർ തയ്യാറാക്കുകയും അവർ രംഗത്തിറങ്ങി ആ രക്ഷാപ്രവർത്തകർ നടത്തുന്നെങ്കിലും അവർക്ക് ആ പ്രകൃതി ദുരന്തത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് കൊണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സർക്കാർ ചിന്തിക്കണം, ഒരുപാട് വർഷങ്ങളായി കേരളത്തിൽ ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഭരണകൂടം അതിന് ഒരു വിഷയത്തിൽ പോലും അതിന് ചർച്ചകളോ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടില്ല. നാം മനസ്സിലാക്കണം, ഏറ്റവും ഒരു ഗൗരവകരമായ ഒരു വിഷയമായിട്ടാണ് അതിനെ നാം കണക്കാക്കേണ്ടത്. 4 വർഷത്തോളമായി ഈ ദുരന്തങ്ങൾ ഉണ്ടായിട്ട്, പക്ഷേ ഒരു സർക്കാരിന്റെ ഒരു പക്ഷത്തിൽ നിന്ന് ഒരു ഇതുപോലും ഉണ്ടായിട്ടില്ല. അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മലപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്ത് ആ സ്ഥലത്ത് നല്ല മനുഷ്യർക്ക് നല്ല രൂപത്തിലുള്ള പരിഹാരം കാണാൻ നാം തയ്യാറാകണമെന്ന് സർക്കാരിനോട് ഉണർത്തുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം സർക്കാർ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് അതിനേക്കാളും എത്രയോ ഭേദകരമാണ് പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള പാർപ്പിക്കലുകൾ. അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് സർക്കാരിനോട് ഉണർത്താനുള്ളത്, ആ സർക്കാർ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല രൂപത്തിലുള്ള പരിഹാരം കാണേണ്ടതാണ്. മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന IPCC എന്ന ഒരു സംഘടന പറയുന്നത്, ഒരുപാട് രൂപീകരിച്ച ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇവർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം മാറിമറിയുകയാണ്. അതായത് കാട്ടുതീ, കടൽ കയറ്റം, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ട്, ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം ദുരന്തങ്ങളുടെ പ്രതിഭാസങ്ങളാണെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളതാണ് ദൈവിക വചനം. അതായത് മനുഷ്യനെന്ന് പറയുന്നത് ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യന് വരെ അത് എല്ലാ വിഭവങ്ങളും എല്ലാ സാധനങ്ങളും അത് എല്ലാ മനുഷ്യർക്ക് തുല്യമായിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത്. അതാ ആർത്തിയോടെ ഒരാൾക്ക് ആർത്തിയോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ
ആർത്തിയോടെ ഒരു വിഭവത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കത് വലിയ രൂപത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കണം. അത്രയൊത്തുള്ള കടൽ കയറ്റമാണ്, കടത്തലുകളാണ് നാം അനുഭവിക്കുന്നത്. മാത്രമല്ല, ഖേദകരമെന്ന് പറയട്ടെ, ഇത്തരം ദുരന്തങ്ങൾ ദുർബലമായ അന്നത്തിന് വകയില്ലാത്ത ചെറിയ ചെറിയ കുടിലിൽ വസിക്കുന്ന ജനങ്ങൾക്കാണ് ഇത് ഏൽക്കുന്നതെന്ന് നാം ഇവരും മനസ്സിലാക്കണം. അത്രയും പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്ന് ഭരണകൂടം തീരുമാനിക്കേണ്ടതാണ്. ഇത് നാം ഏവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.